ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ തുടങ്ങുകയാണ്. നാട്ടിൽ നല്ല ശക്തമായ മഴയാണെന്നുള്ളതാണ് അറിവ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് നീട്ടിക്കൊണ്ടു പോകാതെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം നടത്തിയ ക്ലാസ് ചില ആളുകൾക്കൊന്നും ആ, കേൾക്കാൻ പറ്റിയില്ല. അവര് ചില ആളുകളൊക്കെ വൈകിയാണ് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അത്തരക്കാർക്ക് വേണ്ടിയിട്ടും പുതിയതായിട്ട് കുറെ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും കഴിഞ്ഞ ക്ലാസ് കേട്ടവർ തന്നെ വീണ്ടും കേൾക്കണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, അവർക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വീണ്ടും ഇത് സംഘടിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ നീട്ടിപ്പരത്തി ടൈം ലാഗ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് നാട്ടിൽ ശക്തമായ മഴയൊക്കെ ഉള്ളതിനാൽ നമ്മുടെ കാര്യങ്ങളിലേക്ക് നേരെ പ്രവേശിക്കുകയാണ്. നമ്മൾ പുതിയൊരു മാറ്റത്തിനാണ് ഇന്ന് മുതൽ തുടക്കം കുറിക്കുന്നത്. അതായത് കാലഘട്ടം AI-യുടേതാണ്. AI-യുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടം പോലെയല്ല. എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് പുതുമകൾ. എന്ന് വെച്ചാൽ ഒരു 10 കൊല്ലം മുമ്പോ 25 കൊല്ലം മുമ്പോ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ പറയും, അവരുടെ കാലത്തും പറയാറുണ്ട്, പണ്ടത്തെ കാലമൊന്നുമല്ല, ഒക്കെ മാറി, കുറെ സംഗതികളൊക്കെ അങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ എന്നൊക്കെ പറയും. ഇതെന്നും പറയുന്നതാണ്. പക്ഷെ ഇപ്പോഴുള്ള പറച്ചില് അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അത് കുറച്ച് കാര്യത്തിലാണ്. അതായത് നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുള്ള സിനിമയിലും കാണാം, ഒരു പെണ്ണ് കാണലിന്റെ ഒരു സീനാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാവും കാരണവന്മാരൊക്കെ അങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട്, ഇനി ചെക്കനും പെണ്ണിനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവരൊന്നും സംസാരിച്ചോട്ടില്ലേ എന്നൊരു ചോദ്യം. ഇത് പണ്ടത്തെ സിനിമയിലുള്ള ഒരു ഡയലോഗാണ്. അപ്പൊ വേറൊരാൾ മറുപടി പറയും, അതൊക്കെ ആയിക്കോട്ടെ, ഇപ്പം പണ്ടത്തെ കാലമൊന്നുമില്ല, അപ്പത്തെ കുട്ടിയൊക്കെ അതൊക്കെ വേണ്ടി വരും എന്നും പറയും. ഇത് ഒരു 25 കൊല്ലം മുമ്പത്തെ സിനിമ എടുത്ത് നോക്കിയാലും ഉണ്ടാവും, ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമ എടുത്ത് നോക്കിയാലും ഉണ്ടാവും ഇതേ സീന്. പക്ഷെ ഇത് AI-ലുണ്ടായിട്ടുള്ള മാറ്റം അങ്ങനെയല്ല. AI-ലുണ്ടായിട്ടുള്ള മാറ്റം വളരെ സീരിയസ് ആണ്. ഈ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാതിരുന്നാൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് കുറച്ചൊക്കെ പ്രായമായ ആളുകളെ നമ്മൾ ചില മേഖലയിലേക്ക് വല്ലാതെ അങ്ങോട്ട് അടുപ്പിക്കൂല. അതിന്റെ കാരണം എന്താണ്? ആ കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കാനോ അതിൽ അഭിപ്രായം പറയാനോ അവരെ കൊണ്ട് പറ്റൂല. അവർ പറഞ്ഞാൽ തന്നെ അത് ചിലപ്പോ നിലവിലെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു അബദ്ധമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് പല കാര്യങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തും. ചിലപ്പോൾ ഒരു 2 വർഷം മുമ്പ് വരെ പല വിഷയങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിരുന്ന ആളായിരിക്കാം. അവര് ചിലപ്പം പല വിഷയങ്ങളിലും മധ്യസ്ഥം വഹിച്ച ആളുകളൊക്കെ ആയിരിക്കാം. പക്ഷെ അടുത്തിടെ അവരെയൊക്കെ മാറ്റി നിർത്തപ്പെടും. ഒരു പ്രത്യേക പ്രായത്തുമ്പോൾ പിന്നെ അവര് കാരണവന്മാര് എന്നുള്ള ഒരു ലെവലിലേക്ക് പോകും. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അവരെ പോലും വേദനിപ്പിക്കാതെ അങ്ങോട്ട് മാറ്റി നിർത്തും. കുറെ മേഖലയിൽ നിന്നൊക്കെ അവർ തന്നെ മാറി നിൽക്കും. എന്നാൽ ഈ AI കാലഘട്ടത്തിൽ AI എന്നുള്ളത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് അടുത്താണ്. പ്രത്യേകിച്ച് ChatGPT ഒക്കെ കൂടുതൽ പോപ്പുലറായി വന്നത് മുതലാണ് നമ്മൾ AI-യെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ AI യുഗത്തിൽ നമ്മൾ AI-യോടൊപ്പം സഞ്ചരിക്കാതിരുന്നാൽ നമ്മൾ എത്ര ചെറുപ്പക്കാരായിട്ടും കാര്യമില്ല, നമ്മളും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും. കാരണം ചെറുപ്പക്കാര് സമൂഹമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് AI-യുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് എങ്ങനെ സമൂഹത്തിൽ മറ്റുള്ളവരെ കൂട്ടത്തിൽ നമുക്കും മുന്നേറാം എന്നുള്ളതിന്റെ ഒരു ബേസിക് പഠനമാണ് ഇന്നിവിടെ ഞാൻ കാണിച്ചു തരുന്നത്. ഇതിനകത്ത് ഒരുപാട് രസകരമായ കാര്യങ്ങൾ വരുന്നുണ്ട്, സീരിയസ് ആയ സംഭവങ്ങൾ വരുന്നുണ്ട്. എല്ലാം നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു സ്ക്രീന് ഇവിടെ ഷെയർ ചെയ്യാം. അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ക്ലാസ് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ ഗ്രൂപ്പിലുണ്ട്, ക്ലാസ്സിലുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുണ്ട്. പലരും വീട്ടിലാണ്. പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിലും മറ്റൊക്കെ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, കിടന്നുകൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോളൂ. പക്ഷെ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ ഓൺ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ബെഡ്റൂമിനകത്ത് വീട്ടിനകത്തൊക്കെ ഉള്ള ഡ്രസ്സ് ഇല്ലാത്ത, ഷർട്ട് ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഈ വീഡിയോയിലൂടെ മറ്റുള്ള ആളുകൾ കാണും. ഈ ക്ലാസ് നാളെ മുതൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാനുള്ളതാണ്. അത് പിന്നീട് എല്ലാവരും കാണും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഈ ക്ലാസിന്റെ നിശ്ചിത ഇടവേളകളിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യും. ക്ലാസ് ഡിസ്റ്റർബൻസ് ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്രമീകരണം വരുത്തിയിട്ടുള്ളത്. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അപ്പോൾ അതിനാവശ്യമായ അവസരം തരുന്നതുമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ഇവിടെ ഷെയർ ചെയ്യാം. ഇതില് ഈ സ്ലൈഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാറ്റി നിർത്തുന്നതിന് മുമ്പേ മാറുക എന്നാണ്.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് AI പരിജ്ഞാനം നേടിയിട്ടില്ലാത്ത ആളുകളെ പുതുതലമുറ മാറ്റി നിർത്തും. കാരണം ഇപ്പോൾ കാലം പുതുതലമുറയുടേതാണ്. AI വശമുള്ളവരാരാണോ അവരാണ് എല്ലാ മേഖലയിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ആ കൂട്ടത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായാണ് നമ്മുടെ ഈ ക്ലാസ്. നോക്കൂ നിങ്ങൾ, എന്താണ് AI? AI എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ ചിന്തിക്കുകയും മനുഷ്യനെ പോലെ പ്രവർത്തിക്കാനും സാധിക്കുന്ന കൃത്രിമ ബുദ്ധിയാണ്. അതായത് നമ്മൾ മനുഷ്യരൊക്കെ സാധാരണ പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ്, അല്ലെ? ഈ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനനുസരിച്ചാണല്ലോ നമ്മുടെ പ്രവർത്തനം രൂപപ്പെടുന്നത്. ഇതുപോലെ മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കും, അതിനനുസരിച്ച് അതിന്റെ പ്രവർത്തനവും രൂപപ്പെടുത്തും. അപ്പോ ഇത് പക്ഷേ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി വേഗതയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ AI-യുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജോലി AI-യുടെ സഹായത്തോടു കൂടി ചെയ്യാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് പകുതി സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ പണി തീർക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 8 മണിക്കൂർ കൊണ്ട് ഒരാൾ ചെയ്യുന്ന ജോലിയെ 4 മണിക്കൂറായിട്ട് ചുരുക്കും. കൂടുതൽ ഒന്നുകൂടെ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ അത് 2 മണിക്കൂറായിട്ട് ചുരുക്കും. അപ്പൊ പിന്നെ ബാക്കി സമയം എന്തായി? ഒരുപാട് ഫ്രീ ടൈം അദ്ദേഹത്തിന് കിട്ടി. ഈ ഫ്രീ ടൈമിലൂടെയാണ് അദ്ദേഹം അടുത്ത ദിവസം ചെയ്യേണ്ട ജോലി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം 2 ദിവസം കൊണ്ട് ചെയ്തിരുന്ന ജോലി 1 ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി എന്നത് എന്തായി? ഡബിൾ ആയിട്ട് വർദ്ധിച്ചു. ഇതാണല്ലോ സംഭവിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് AI ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഏത് ജോലിയിലും AI എന്നുള്ളത് നിർബന്ധ ഒരു ഘടകമായി വന്നിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളോ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും അവരോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് AI പരിജ്ഞാനമുണ്ടോ, AI-യിൽ എന്തൊക്കെ അറിയാം, എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോ ഒരു എക്സൽ അറിയുന്ന ആളാണെങ്കിലും വേർഡ് അറിയുന്ന ആളാണെങ്കിലും പവർ പോയിന്റ് അറിയുന്ന ആളാണെങ്കിലും ഫോട്ടോഷോപ്പ് അറിയുന്ന ആളാണെങ്കിലും മറ്റെന്ത് ആപ്ലിക്കേഷൻസ് അറിയുന്ന ആളാണെങ്കിലും അതിനുള്ളിലൊക്കെ ഇപ്പോൾ AI ഇന്റഗ്രേറ്റഡ് ആണ്. അതിനുള്ളിലൊക്കെ ഇപ്പോൾ AI ഉണ്ട്. അത് ഉപയോഗിക്കാൻ കഴിയണം. ഇനി അതൊന്നുമല്ല, സാധാരണ ഒരു ജോലി, ഒരു സാധാരണക്കാരനായ ഒരു ജോലിക്കാരന് പോലും AI-യുടെ ഉപയോഗം വരുന്നുണ്ട്. ഞാൻ അടുത്ത സ്ലൈഡുകളിൽ അതിന്റെ വിശദീകരണം കാണിക്കാം. പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് IT വിദഗ്ധർക്കും ഇംഗ്ലീഷ് അറിയുന്നവർക്കും മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് എന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഉള്ളതാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇത് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾക്കും കഴിയും. സാധാരണക്കാരനായ ഒരാൾ ഒരു വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയുന്ന ഒരു അറിവുണ്ടെങ്കിൽ പോലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? AI ഉപയോഗിക്കാൻ പറ്റും. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇന്ന് അതിന്റെയൊക്കെ പല ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ പലരും ചോദിക്കുന്നത് AI വന്നാൽ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. AI അല്ല ആരുടെയും ജോലി നഷ്ടപ്പെടുത്തുന്നത്. പക്ഷേ AI അറിയാത്ത ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് AI അറിയുന്ന ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ സംഭവിക്കുക? അയാളുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെ? അതായത് ഒരാൾ 8 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി വേറൊരാൾ വന്നിട്ട് ഞാൻ AI-യുടെ സഹായത്തോടു കൂടി 2 മണിക്കൂർ കൊണ്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ തൊഴിലുടമ അവരെ തന്നെയല്ലേ സ്വീകരിക്കുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ, അത് ഞാൻ പറഞ്ഞല്ലോ, ഓഫീസ് ജോലികൾ മാത്രമൊന്നുമില്ല, നമ്മൾ ചെയ്യുന്ന ജോലി എന്തോ ആയിക്കോട്ടെ, ആ ജോലിക്കൊക്കെ ഉപയോഗിക്കാനുള്ള AI ടൂൾസ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. AI അല്ല നിങ്ങളുടെ ജോലി ഇല്ലാതാക്കുന്നത്. എന്നാൽ AI ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ നിങ്ങളുടെ ജോലി സ്വന്തമാക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, AI ടൂൾസുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ തൊഴിൽ സുരക്ഷിതമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ AI ടൂൾസ് അറിയാത്ത ഒരാളുടെ തൊഴിൽ സുരക്ഷ എന്നുള്ളത് ആശങ്കജനകമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കേണ്ടുന്ന സാഹചര്യം വരുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, നമ്മളൊക്കെ ഒരു കാലത്ത് സ്ഥാപനങ്ങളിൽ പല കാര്യങ്ങൾക്കുമായിട്ട് ഫാക്സ് മെഷീൻ ഉപയോഗിച്ചിരുന്നു. ഫാക്സ് മെഷീൻ ഉപയോഗിച്ചിരുന്നത് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഫാക്സ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ പോലും അറിയാതെ ഫാക്സ് മെഷീൻ എന്നുള്ള സാധനം അപ്രത്യക്ഷമായി. ഏതുപോലെ റേഡിയോ വാർത്തകളെയും ആകാശവാണി പരിപാടികളെയും ആശ്രയിച്ചിരുന്ന നമ്മൾ പോലും അറിയാതെ പതുക്കെ എന്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന റേഡിയോ എന്ത് സംഭവിച്ചെന്ന് പോലും നമുക്കൊന്നും പലർക്കും ഓർമ്മയില്ല. പതുക്കെ നമ്മൾ ടെലിവിഷനിലേക്ക് മാറി. എന്നതുപോലെ ഫാക്സ് മെഷീൻ എന്നുള്ള സംവിധാനത്തിൽ നിന്ന് ഇന്റർനെറ്റ് ടെക്നോളജി കൂടുതൽ വികാസം പ്രാപിക്കുകയും ഇമെയിൽ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തതോടുകൂടി ഫാക്സ് മെഷീൻ എന്നുള്ള സംവിധാനം എന്തായി? ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ ഈ സാഹചര്യത്തിൽ എന്താ സംഭവിച്ചത്? ഫാക്സ് മെഷീനിൽ നിന്ന് ഇമെയിലിലേക്ക് മാറിയതിന്റെ കൂട്ടത്തിൽ ഇമെയിൽ ഉപയോഗിക്കാൻ അറിയാതെ വഴിയിൽ ശങ്കിച്ചു നിന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ആ തൊഴിൽ നിലനിർത്താൻ കഴിഞ്ഞിരിക്കില്ല. അവരും എന്തായിട്ടുണ്ടാവും? ഫാക്സ് മെഷീനോടൊപ്പം പിന്തള്ളപ്പെട്ടിട്ടുണ്ടാവും.
ഒരു ലളിതമായ ഒരു ഉദാഹരണം ഞാൻ എല്ലാ ക്ലാസ്സുകളിലും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറയാറുണ്ട്. അതാണ് ഒരു ടാക്സി ഡ്രൈവറുടെ അവസ്ഥ. ഒരു ടാക്സി ഡ്രൈവർക്ക് ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ എന്താണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്? നന്നായിട്ട് വാഹനം ഓടിക്കാനുള്ള അറിവുണ്ടാവണം. പിന്നെ നല്ലൊരു ഡ്രൈവിംഗ് ലൈസൻസും ആരെങ്കിലും ഒരു ടാക്സി വാടക ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സുഖമായിട്ട് ടാക്സി ഓടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം പുലർത്താൻ പറ്റും. പക്ഷേ ഇന്ന് അത് പോരാ. ഇന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ടാക്സി ഡ്രൈവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. സത്യമല്ലേ ഞാൻ പറയുന്നത്? ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഇന്ന് ടാക്സി ഡ്രൈവർ ആയിട്ട് പോലും ജോലി ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആ ടാക്സി ഡ്രൈവർക്ക് ഉപയോഗിക്കാനുള്ള പല AI ടൂളുകളിൽ ഒന്നാണ് എന്ത്? ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? വാട്സപ്പ് വേണം. ഈ വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കാനും ലൊക്കേഷൻ വേറൊരാൾ അയച്ചു തരുന്ന ലൊക്കേഷൻ എടുക്കാനുമുള്ള അറിവ് അയാൾക്കുണ്ടായിരിക്കണം. പലർക്കും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആകെ അറിയുന്ന കാര്യം ഇത് മാത്രമാണ്. ഒരു ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത്, അതല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്, ആ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യുന്നത് മാത്രമേ അറിയുള്ളൂ. ഗൂഗിൾ മാപ്പിനകത്ത് അതിനേക്കാൾ അപ്പുറം ഒരുപാട് ഫീച്ചേഴ്സ് വേറെ ഉണ്ട്. അത് പലരും ശ്രദ്ധിക്കാറില്ല. അതൊക്കെ നമുക്ക് പഠിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ടാക്സി സ്റ്റാൻഡിൽ രാവിലെ ഈ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരാള്, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരാള് ഒരു സാധാരണ മൊബൈൽ ഫോണുമായിട്ട് വണ്ടിയും കൊണ്ട് ടാക്സി സ്റ്റാൻഡിൽ വന്നാൽ അയാൾ വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി വരും. എന്നാൽ അയാളുടെ കൂടെ വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെ ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തേക്ക് അടുത്ത മെസ്സേജ് വരിക, എടാ എന്റെ ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് ഭാര്യയും മക്കളെയൊക്കെ എടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക, ഭാര്യയുടെ വീട്ടിന്റെ ലൊക്കേഷൻ ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അയാൾ സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത ട്രിപ്പ് കിട്ടി, അയാൾ അങ്ങോട്ട് പോയി. അവിടുന്ന് തിരിച്ചു വരുമ്പോഴേക്കും വേറൊരു മെസ്സേജ് വരുന്നത്, പിന്നെ ആ ഓട്ടുമായിട്ട് പോയി. അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ ടാക്സി സ്റ്റാൻഡിൽ അങ്ങനെ ആ പഴയ ഫോൺ പിടിച്ച് നിൽക്കുന്ന ആൾക്ക് ഏതെങ്കിലും നാട്ടുകാർ നിജന്റെ നോക്കും പോയില്ല, എന്നാ നമ്മൾ പോകാന്ന് പറഞ്ഞാണ്ട് കയ്യോടെ കൊണ്ടുപോകുന്ന വല്ല ട്രിപ്പും കിട്ടിയാൽ അയാൾക്ക് കിട്ടും. അപ്പം സാധാരണത്തെ അവസ്ഥയിൽ എന്താ സംഭവിച്ചത്? മറ്റുള്ളവര് ഓടിക്കൊണ്ട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഈ സാധു എന്താ ചെയ്യുന്നത്? ട്രിപ്പ് കിട്ടാതെ ട്രിപ്പ് മുടങ്ങിയിരിക്കുന്നു. ഇതേ അവസ്ഥ തന്നെയാണ്, എക്സാക്ട് ഇത് തന്നെയാണ് AI ടൂൾസ് ഉപയോഗിക്കാൻ അറിയാത്ത മുഴുവൻ ആളുകൾക്കും വരാനിരിക്കും. ഇതിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു ഒഴിവില്ല. ഞാനത് ആ ടാക്സി ഡ്രൈവറുടെ ഉദാഹരണം കാണിച്ചത്. ഇനി ഈ ടാക്സി ഡ്രൈവർക്ക് ഇത് മാത്രമല്ല ഇതിലുള്ള ഉപയോഗം. ഒരു ഗൂഗിൾ മാപ്പ് മാത്രമല്ല, പല ടൂൾസ് ഉപയോഗിക്കാനുണ്ട് ഒരു ടാക്സി ഡ്രൈവർക്ക്. ഇപ്പോ ഞാൻ പറയുന്നുണ്ട്, ഒരു വഴിയാ പറയാം അതിനെക്കുറിച്ച്. ഈ AI എന്ന് പറയുമ്പോൾ ഇപ്പൊ സാധാരണ നമ്മൾ എല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഒരു സെർച്ച് എഞ്ചിനായിട്ട് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഗൂഗിൾ ഉപയോഗിക്കും. ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗൂഗിളിൽ നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യാണ് താജ്മഹലിന്റെ ചരിത്രം. ഓക്കെ, താജ്മഹലിന്റെ ചരിത്രം എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താജ്മഹലിന്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഒരു വലിയ പട്ടിക, വെബ്സൈറ്റുകളുടെ ഒരു പട്ടിക നമ്മുടെ മുമ്പിൽ വരും. അതിൽ നിന്ന് ഓരോ വെബ്സൈറ്റിലും നമ്മൾ സ്വയം കയറി ഏതാണ് ശരിയായ വിവരങ്ങൾ എന്ന് കണ്ടെത്തി നമുക്ക് ആവശ്യമായ പോയിന്റുകളൊക്കെ എഴുതിയെടുത്ത് നമുക്കൊരു ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാനോ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യമായിരിക്കാം. ഇതിന് പലതിനായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഈ വിവരങ്ങൾ ഒരു പക്ഷേ ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് 2-3 ദിവസമൊക്കെ ഇരുന്നിട്ടായിരിക്കും നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ അതൊക്കെ ക്രോഡീകരിച്ച് പിന്നെ ടൈപ്പ് ചെയ്ത് വേറൊരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തു വരുന്ന രീതി. എന്നാൽ ഇതേ വിവരം നിങ്ങൾ ഏതെങ്കിലും ഒരു AI ടൂൾ, ChatGPT-യോ അതല്ലെങ്കിൽ ജെമിനിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൂളിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്ത്? താജ്മഹലിന്റെ ചരിത്രം എന്ന് സെർച്ച് ചെയ്താൽ അത് കംപ്ലീറ്റ് ചരിത്രങ്ങൾ കൃത്യമായിട്ട് നേരത്തെ ഗൂഗിൾ കാണിച്ചു തന്നിരുന്ന എല്ലാ വെബ്സൈറ്റിലും അത് തന്നെ പോകും. അത് തന്നെ പോയി അവിടുന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ ക്രോഡീകരിച്ച് അതിനെ ഒരു ചിട്ടപ്പെടുത്തി നമുക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങോട്ട് തരും. എന്നിട്ട് ചോദിക്കും നമ്മളോട്, ഇത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇതിനെ ഒരു ആർട്ടിക്കിൾ ആക്കി തരണോ? അതല്ല ഇതിനൊരു പ്രസന്റേഷൻ ആക്കി തരണോ? ഇനി അതല്ല ഇതുകൊണ്ടൊരു പിക്ചറുകൾ വെച്ചുകൊണ്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കണോ? അല്ലെങ്കിൽ വീഡിയോ ഏതെങ്കിലും പ്രധാന ഭാഗങ്ങൾ വെച്ചുകൊണ്ട് വീഡിയോ നിർമ്മിക്കണോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നമ്മൾ മുമ്പോട്ട് ചോദിക്കും. നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? ഡെഫിനറ്റ്ലി നമ്മൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന AI ടൂൾസിന്റെ ആ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോ ഈ AI ടൂൾസ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരാളുടെ അവസ്ഥ എന്താണ്? ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്ന ആളുടെ അവസ്ഥയിൽ ദിവസങ്ങളോളം എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു കാര്യം, അതായത് ഒരു ടാക്സി ഡ്രൈവർക്ക് ഇത് മാത്രമല്ല, ഗൂഗിൾ മാപ്പ് മാത്രമല്ല ടൂൾ ആയിട്ടുള്ളത്, പല കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പോ നമ്മൾ ഫാമിലി ആയിട്ട് അതല്ലെങ്കിൽ നമ്മൾ 2-3 സുഹൃത്തുക്കളുമായിട്ട് ഒരു 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 ഇവന്റിലേക്ക് പോയി. രാത്രി നടക്കുന്ന ഒരു മെഗാ ഇവന്റ്, നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു മെഗാ ഇവന്റ് ഉണ്ടെന്ന് സംഘടിപ്പിച്ചു. വലിയ പ്രോഗ്രാമാണ്, ഫിലിം സ്റ്റാർസ് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു വലിയ പ്രോഗ്രാം. നമ്മൾ പോയി.
നമ്മൾ ചെന്നപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ റോഡ് ഭയങ്കര റഷാണ്. അങ്ങനെ അവിടെ പരിപാടിക്ക് വന്ന ആളുകൾക്കായിട്ട് റോഡ് വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു വിടുന്നുണ്ട് ട്രാഫിക്. എന്നിട്ട് അവർക്ക് പ്രത്യേകമായ വലിയ വിശാലമായ നോക്കത്താ ദൂരത്തോളം വലിപ്പത്തിലുള്ള ഗ്രൗണ്ടില് പാർക്കിംഗ് സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ പല വാഹനങ്ങളും നിർത്തിയിട്ട കൂട്ടത്തിൽ നമ്മുടെ വാഹനവും പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് അവിടെ തന്നെ ഭയങ്കര സെറ്റപ്പാണ്, അടിപൊളി സെറ്റപ്പ്. അപ്പൊ നമുക്ക് തോന്നി എല്ലാവരും കൂടെ അവിടെ നിന്നിട്ട് ഒരു സെൽഫി എടുക്കണം. നമ്മളെല്ലാവരും കൂടെ ആ നമ്മുടെ വണ്ടിയുടെ അടുത്ത് നിന്നിട്ടൊരു സെൽഫി എടുത്തു, വെറുതെ ഒരു സെൽഫി എടുത്തു. അങ്ങനെ നമ്മൾ പിന്നെന്തായി പരിപാടി സ്ഥലത്തേക്ക് പോവാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നടന്നാലേ ഈ പരിപാടി സ്ഥലത്തേക്ക് എത്തുള്ളൂ. നമ്മൾ അങ്ങനെ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി വളരെ വൈകി 2 മണിക്കോ 3 മണിക്കോ ഒക്കെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് പാർക്കിങ്ങിൽ എത്തിയപ്പോ ആകെ ഒരു കൺഫ്യൂഷൻ. എവിടാ വണ്ടി വെച്ചത്? വണ്ടികൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്, നോക്കത്ത ദൂരത്തോളം വാഹനങ്ങളാണ്. പക്ഷെ നമുക്കറിയില്ല വണ്ടി എവിടെ വെച്ചിരിക്കണെന്ന്. കുറേ നടന്നു, പല സ്ഥലങ്ങളിലും അലഞ്ഞ് തിരിഞ്ഞ് പല ആളുകളും, നമ്മളെ കൂട്ടത്തിലുള്ള പല ആളുകളും പല വഴിയായിട്ട് തെരഞ്ഞു നടന്നു, വണ്ടി കാണുന്നില്ല. അതിൽ നമുക്കൊരു സംശയം, വണ്ടി പിടിച്ചുകൊണ്ട് പോയോ, ആരെങ്കിലും കള്ളന്മാർ കൊണ്ടുപോയോ? അങ്ങനെ ചില ആളുകൾ പോലീസ്, നമ്മുടെ കൂട്ടത്തിലുള്ള 1-2 ആളുകൾ പോലീസിനെ തേടിപ്പോയി. അവരോട് സംസാരിച്ചു പറഞ്ഞു അതൊക്കെ അവിടെ ഉണ്ടാവും, നിങ്ങൾ ഒന്നുകൂടി നോക്കുമെന്ന് പറഞ്ഞു. മണിക്കൂറുകൾ തെരഞ്ഞിട്ട് നമ്മുടെ വാഹനം കാണുന്നില്ല. ആളുകൾ പോയി തീർന്നിട്ടുമില്ല. അവസാനം കുറെ മണിക്കൂറുകൾ നമ്മൾ തെരഞ്ഞു നടന്ന് കുറെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ വാഹനങ്ങൾ കുറെ പോയി കഴിഞ്ഞപ്പോ കുറെ ദൂരെ, കണ്ണെത്താ ദൂരത്തുണ്ട് ഒരു വാഹനം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് നോക്കി, കുറെ ദൂരം സമയത്തിട്ടാണ് അങ്ങോട്ട് എത്തിയത്. ചെന്ന് നോക്കിയപ്പോ നമ്മുടെ വാഹനം തന്നെയാണ്. ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? എന്നാൽ നമ്മൾ ആ സ്പോട്ടിൽ വണ്ടി നിർത്തി ഇറങ്ങിയ സമയത്ത് എടുത്തൊരു സെൽഫി ഉണ്ടല്ലോ, ആ സെൽഫി മതി നിങ്ങളുടെ വണ്ടിയുടെ എക്സാക്ട് പോയിന്റ് കണ്ടെത്താൻ. ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ജെമിനിക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വാഹനം എവിടെയാണ് നിൽക്കുന്നത്, ചാറ്റ് ജിപിടിക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തത്, ജെമിനിയാണ് അതിന് ഏറ്റവും നല്ലത്. ഈ വാഹനം എവിടെയാണ് എക്സാക്ട്ലി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അതിന്റെ കൃത്യമായ വിവരങ്ങൾ കൊണ്ട് തരും. എന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി കാണിക്കണോ എന്ന് ചോദിക്കും. ഇത്രയും നല്ലൊരു സാധനം നമ്മളെ മൊബൈലിൽ കയ്യിൽ പിടിച്ച് നടന്നിട്ടാണ് അത് ഉപയോഗിക്കാൻ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ഥലത്തേക്ക് അരഞ്ഞു നടക്കുന്നത്. ഇത് ഒരു ടാക്സി ഡ്രൈവറുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുക? അയാള് ഒരു ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികളായിട്ട് വന്നിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരാള് ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ഏതോ ഒരു ബിൽഡിംഗ് എവിടൊക്കെയുള്ള ഒരു ഫോട്ടോ. ഇവിടെ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോവുകയും. അപ്പൊ നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ഫോട്ടോയും മറ്റൊന്നും കണ്ടിട്ട് ആ സ്ഥലം മനസ്സിലാവുന്നില്ല. അത് അപ്പൊ തന്നെ ജെമിനിക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് എവിടാന്ന് ചോദിച്ചാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് അതിന്റെ അഡ്രസ് ഡീറ്റെയിൽസ് ഇങ്ങോട്ട് തരും. എന്നിട്ട് അങ്ങോട്ട് പോകാനുള്ള വഴി കാണിക്കണോ, എത്ര മിനിറ്റ് യാത്രയുണ്ട്, ഏതൊരു ഷോർട്ട് കട്ട് ഏതാണ്, ഇതൊക്കെ പറഞ്ഞു തരും. ഇനി അതുമല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് അവരുടെ ബംഗ്ലാ ഭാഷയിൽ ഒരു അഡ്രസ് എഴുതി തന്നിട്ട് ഈ സ്ഥലത്തേക്ക് പോകുമെന്ന് ചോദിച്ചു, നമുക്കതറിയോ? ഇല്ല. അതല്ലെങ്കിൽ കോട്ടക്കൽ ആരോഗ്യശാലയിലേക്ക് ചികിത്സക്ക് വന്ന ഒരു അറബിയിലുള്ള ഒരു അഡ്രസ്സ് കാണിച്ചു തന്നിട്ട് പറഞ്ഞു എനിക്കിത് അങ്ങോട്ട് പോകണം, ഒന്ന് കൊണ്ടുവിട്ടുവരുമോ എന്ന് ചോദിച്ചു. നമുക്ക് അറബി അറിയില്ല. അതും എളുപ്പമാണ്. ആ തന്നിരിക്കുന്ന അഡ്രസ്സ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ജെമിനിയിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് എവിടാന്ന് ചോദിച്ചാൽ മതി. വെർബലി വോയിസിൽ ചോദിച്ചാൽ ഇത് എവിടാ ഈ സ്ഥലം എന്ന് ചോദിച്ചാൽ മതി, അത് ഇങ്ങോട്ട് പറഞ്ഞു തരും. എന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി കാണിക്കണമെന്ന്. ഇത്രയൊക്കെ സംവിധാനങ്ങൾ നമ്മൾ ഇപ്പം എന്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മൊബൈലിലും ഉണ്ട്. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മൊബൈലിലും അതുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അത് ഉണ്ടായിട്ട് എന്താ കാര്യം? അത് ഉപയോഗിക്കാൻ നമുക്ക് ആർക്കും അറിയില്ല. അത് ഉപയോഗിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നോക്ക് നിങ്ങൾ, ഈ വർഷം BBC കഴിഞ്ഞ ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ടാണ്. അതായത് ഈ വർഷം മുതൽ 2026 മുതൽ ഗ്ലോബലി ആഗോളതലത്തിൽ തന്നെ കമ്പനികൾ ജോലിക്കെടുക്കുന്നത് AI പവേർഡ് ആയിട്ടുള്ള ജീവനക്കാരെ ആയിരിക്കും. അതല്ലാത്തവരെ വേണ്ട. അവർക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. അവരെ ഏത് പോസ്റ്റിലേക്കാണോ ഏത് ജോലിയിലേക്കാണോ ഹയർ ചെയ്യാൻ പോകുന്നത് ആ ജോലി ചെയ്യാൻ ആവശ്യമായ AI പരിജ്ഞാനം അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ മക്കളൊക്കെ പഠിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ, ഗൾഫിൽ പോകുന്ന പ്രവാസികൾ ഉണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിലർ പറയും ഞാൻ കഫ്റ്റീരിയയിലാണ്, ബഗാനയിലാണ്, അവിടെ എന്തൊക്കെ ഇപ്പം AI ചെയ്യാനുള്ളത് അവിടെയുണ്ട്. ഈ ചോദ്യം ആ ടാക്സി ഡ്രൈവർക്ക് ചോദിക്കായിരുന്നു. ടാക്സി ഓടിക്കുമ്പോൾ എന്ത് AI, നമുക്ക് എന്തിനാ AI എന്ന് ചോദിക്കുന്ന ആൾക്ക് ഉള്ള എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞു തന്നില്ലേ? ഇതുപോലെ തന്നെയാണ് എല്ലാ മേഖലയിലും. അതുകൊണ്ട് പഠിക്കുക ഏതെങ്കിലും രൂപത്തിൽ എവിടുന്നെങ്കിലും. ഇനിയിപ്പോ അതൊന്നും വേണ്ട, ഇതുപോലെ കോഴ്സിലേക്കൊന്നും നിങ്ങൾ ചേരണ്ട. യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കിട്ടും കുറെ നോളജ് ഒക്കെ, കുറെ കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള. അത് ഫോളോ ചെയ്താലും മതി. എങ്ങനെയെങ്കിലും ഏത് രൂപത്തിലായാലും ഇത് പഠിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പഠിക്കാൻ വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനം ഒന്നും വേണ്ട, വലിയ എന്താ പറയാ കട്ടിക്കൂടിയ വാക്കുകളൊന്നും അല്ല, വളരെ സിമ്പിൾ ആണ്.
അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പോലും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പല ബാച്ചുകളും കഴിഞ്ഞു പോയതൊക്കെ അങ്ങനെ തന്നെയാണ്. അവരുടെ അഭിപ്രായം കൊണ്ട് തന്നെ പല ആളുകളും ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ഗൂഗിൾ സിഇഒ അടുത്തിടെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അവര് പറഞ്ഞിരിക്കുന്നത് വെച്ചാല് വരാനിരിക്കുന്നത് ഒരു വലിയ വിപ്ലവമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ AI വിപ്ലവം ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു വിപ്ലവം വരാനിരിക്കുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അതായത് AI തന്നെ ബഹുദൂരം മുന്നോട്ട് പോയി. നമ്മളിപ്പോ അതിന്റെ കൂടെ ഓടിയാൽ കുറച്ച് സമയമെടുത്ത് ഓടിയെങ്കിൽ മാത്രമേ ഇപ്പൊ അതിന്റെ കൂടെ എത്തുള്ളൂ. ആ ഓട്ടമാണ് നമ്മൾ ഇന്ന് ആരംഭിക്കേണ്ടത്. ഓക്കെ, എന്നാൽ ഇനി വരാനിരിക്കുന്നത് 2030 വരാനിരിക്കുന്ന ഒരു വലിയ വിപ്ലവമാണ് എന്ത്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അതിനെക്കുറിച്ച് ഗൂഗിൾ സിഇഒ പറയുന്നത് വെച്ചാല് നിലവിലുള്ള സാങ്കേതിക വിദ്യ ഏതാണ്? AI. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ സ്പീഡ് എന്താണെന്നുള്ളത്. അതായത് നമ്മള് മണിക്കൂറുകളോളം ഗ്രൗണ്ടിൽ നമ്മുടെ കാറ് തെരഞ്ഞ് അലഞ്ഞു തിരിഞ്ഞിരുന്ന നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് വഴി കാണിച്ചു തരുന്ന വ്യത്യാസമാണ് അതിന്റെ സ്പീഡിലുള്ളത്. മനുഷ്യനും AI തമ്മിലുള്ള വ്യത്യാസമാണത്. ഓക്കെ, ആ സ്പീഡിനേക്കാൾ പിന്നെയും 10 മടങ്ങ്. ഒന്ന് സങ്കല്പിച്ച് നോക്കാതെ എത്ര ഉണ്ടാവും എന്നുള്ളത്. ആ സ്പീഡിനേക്കാൾ പിന്നെയും 10 മടങ്ങ് വേഗത എന്നുള്ളതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല. അപ്പോ ഇപ്പൊ തന്നെ നമ്മൾ AI കൂടെ പോലും ഓടി തുടങ്ങിയിട്ടില്ല എങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ 2030 വരും എന്ന് പറയുന്നത് ഇപ്പം 2030 ഇത് വരുള്ളൂ എന്നല്ല. അതിപ്പൊ തന്നെ അതിന്റെ പണികൾ ഗൂഗിളൊക്കെ തുടങ്ങി. എന്നാൽ 2030 ഇന്ന് AI എത്തിയിരിക്കുന്ന ലെവലിലേക്ക് അത് ഉയരും. ആ ലെവലിൽ അത് എത്തും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. നമ്മൾ കാത്തു നിന്നുകൂടാ. പെട്ടെന്ന് തന്നെ നമ്മുടെ പഠനം നമ്മൾ ആരംഭിക്കണം. വൈകും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ പിന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ AI കൂടെ സഞ്ചരിച്ചു തുടങ്ങാത്തവർക്ക് വലിയ പ്രയാസങ്ങളാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പഠിക്കുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, തൊഴിൽ നഷ്ടത്തിന്റെ പ്രശ്നം മാത്രമല്ല AI പഠിക്കാതിരുന്നാൽ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടും, നമ്മളെ മാറ്റി നിർത്തും. പിന്നീട് നമ്മളൊരു ചെറുപ്പക്കാരായ പഴഞ്ചന്മാരായിട്ട് മാറും. നമ്മൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ പഴഞ്ചന്മാരെന്ന് പറയുന്നതിന് പകരം ചെറുപ്പക്കാരായിരിക്കുന്ന നമ്മളെ പോലും ആളുകൾ എന്ത് പറയാൻ തുടങ്ങും? അവനൊരു പഴഞ്ചനാണ്. അത് ഇപ്പത്തെ ഈ സംഗതികളൊന്നും നമ്മളൊന്നും പറഞ്ഞു മൂപ്പർക്ക് മനസ്സിലാവില്ല. അവരവിടെ നിൽക്കട്ടെ, നമ്മളിത് ആക്കി കഴിഞ്ഞിട്ട് മൂപ്പരോട് പോയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മളെയൊക്കെ മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറും. അതുകൊണ്ട് അതിനു മുമ്പേ നമ്മൾ എന്താക്കണം? മാറ്റത്തിനായിട്ട് നമ്മൾ യാത്ര ആരംഭിക്കണം. ആ യാത്രയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് ആരംഭിക്കുന്നത്. അപ്പൊ നമുക്കിന്ന് പഠിക്കാനുള്ള AI ടൂൾസ് 1 by 1 ആയിട്ട് ഒന്ന്